എടാ മാത്താ, നിന്നെ എത്ര വട്ടം വിളിച്ചടാ, നീ എന്നെ ഫോൺ എടുക്കാത്ത? ഒന്നും പറയണ്ട വിനിച്ച, ഫോൺ എടുക്കാൻ മറന്നുപോയി. എന്താ കാര്യം? എടാ, ഞാൻ പുതുതായിട്ട് വീട് പണി വന്ന പോട്ടിലെ ഒരു കുഴക്കണ്ണ് കുത്തണം. അതിന് സ്ഥാനം കാണാൻ ഒരു സ്ഥാനക്കാരനെ വേണം. നിന്റെ കയ്യിലാരെങ്കിലും ഉണ്ടോ? ഇത്രയും വലിയ കോൺട്രാക്ടറെ വെനിച്ചിന്റെ ഇല്ലാത്ത സ്ഥാനക്കാരനെ ഞാൻ അവിടെ പോയി കൊണ്ടുവരാ. ഞാൻ സ്ഥിരം വിളിക്കുന്ന ഒരു സ്ഥാനക്കാരനുണ്ടായിരുന്നു. അവൻ ദുബായിലൊരു എണ്ണക്കണ്ട് സാധനം കാണാൻ പോയിരിക്കുക. 2 മാസം പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. എന്നാ പിന്നെ ആ ദുബായ്ക്കാരൻ തിരിച്ചു വന്നിട്ട് കിണർ കുത്തിയാൽ പോരെ? എന്താ എത്ര ധൃതി? ഇതൊരു അമേരിക്കാരൻ്റെ വീടാണ്. ഇന്ന് തന്നെ സാധനവും കണ്ട് കിണറും കുത്തി വെള്ളവും കണ്ട് വൈകിട്ടത്തെ ഫ്ലൈറ്റിന് അമേരിക്ക തിരിച്ചു പോവുകയും ചെയ്യണം. അതാണ് പ്രശ്നം. കുഴക്കിണർ കുത്താനുള്ള എല്ലാ സന്നാഹങ്ങളും റെഡിയാണ്. നീ ഒരു സ്ഥാനക്കാരനെ മാത്രം കൊണ്ടുവന്നാൽ മതി. കാര്യമൊക്കെ ശരിയാ, പക്ഷെ ഞാൻ എവിടെ നിന്ന് ഒപ്പിക്കാനാ? ആ രാജീവിൻ്റെ കിണറിന് സ്ഥാനക്കാരനെ നീയെ കൊണ്ടുവന്നെന്ന് രാജീവ് എന്നോട് പറഞ്ഞു. അതാ ഞാൻ നിന്നെ കാണാൻ വന്ന. അയാളെ വിളിച്ച വരികയല്ലേ? അത് ശരിയാകില്ല. വെനിച്ചൻ വേറെ ആരെങ്കിലും നോക്കുന്നതായിരിക്കും നല്ലത്. മാത്ത അമേരിക്കക്കാരനാ, കാശ് എത്ര വേണമെങ്കിലും കിട്ടും. നീ അയാളെ തന്നെ വിളിച്ചോണ്ട് പോവാ എങ്ങനെയെങ്കിലും. ഊണായോ? ഇത്ര പെട്ടെന്ന്? ഊണോ? സമയം 10 മണി പോലും ആയില്ലല്ലോ. ഊണായിട്ട് വിളിച്ചാൽ മതി, ഞാൻ അവളോട് പറഞ്ഞിരുന്ന. നീ വന്ന് ഉള്ള ഉറക്കവും കൂടെ പോയി. നീ എന്ത് കുരിശും കൊണ്ടാ വന്നിരിക്കുന്നേ? ഒരു ചെറിയ പണിയുണ്ട്. ഈ ആഴ്ച 2 ദിവസം പണിക്ക് പോയതാ. ഇനി ഒരു 3-4 ദിവസം വിശ്രമമൊക്കെ കഴിഞ്ഞോളൂ. ആ പിന്നെ ഞാൻ നിന്നെ വിളിക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. ഞങ്ങളൊരു പുതിയ നാടൻ തുടങ്ങുന്നുണ്ട്. കൂടുന്നുണ്ടോ ഞങ്ങളവിടെ? ഞാനൊരു നാടകത്തിൻ്റെ കാര്യം പറയാനാ വന്നേ. ചേട്ടൻ പണ്ടൊരു സ്ഥാനക്കാരനായിട്ട് അഭിനയിച്ച് ഓർക്കുന്നുണ്ടോ? ആ വേഷം ചേട്ടൻ ഒന്നുകൂടെ ചെയ്യണം. ഞാനിനി ആ പരിപാടിക്കില്ല. അന്നെന്തോ ഭാഗ്യം കൊണ്ടാ തല്ല് കിട്ടാൻ രക്ഷപ്പെട്ടു. ഇനി അതുകൊണ്ട് പരിപാടിക്ക് ഞാനില്ല. ഇതങ്ങനെ വലിയ റിസ്ക് പിടിച്ച പരിപാടിയൊന്നുമല്ല. കണ്ടം നേരത്തെ സ്ഥലമാണ്. എവിടെ കുഴിച്ചാലും വെള്ളം കിട്ടും. ഏതെങ്കിലും ഒരു സ്ഥലം കാണിച്ചു കൊടുത്താൽ മതി, നല്ല കാശും കിട്ടും. അപ്പം എങ്ങനെയാ? സൈറ്റൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം, അത്രയേ ഉള്ളൂ. സാറെന്താ നാട്ടിൽ സെറ്റിലാണുള്ള പരിപാടിയാണോ? അല്ല, വെറുതെ പിടിച്ച് വീട് പണിയാൻ തീരുമാനിച്ചുകൊണ്ട് ചോദിച്ചതാ. അങ്ങനെയൊന്നും ഇല്ലെന്നേ. ഇനിയിപ്പം നമ്മളിങ്ങോട്ട് വരാൻ തീരുമാനിച്ചാലും പിള്ളേരൊന്നും ഇങ്ങോട്ട് വരുമെന്ന് തോന്നുന്നില്ല. പിന്നെ നാട്ടിലൊരു വീട് അതെല്ലാവരും ഒരു സ്വപ്നമല്ലേ. ഇടയ്ക്ക് അവധിക്ക് വരുമ്പോൾ 2 അടിച്ചിരിക്കുകയും ചെയ്യാലോ. അത് ശരിയാ. സാറിൻ്റെ ഫോൺ കുറേ നേരമായി ബെല്ലടിക്കുന്നുണ്ട്. മേഡമാണെന്ന് തോന്നുന്നു. ഹലോ, നോക്കാം കൊണ്ടുവരാം. സമയമുണ്ടല്ലോ. ഇനി ഫ്ലൈറ്റ് രാത്രി 2:30-ക്കല്ലേ? ആ നോക്കാം. ഫോൺ കൊണ്ട വണ്ടിയെ വെച്ചാറേ, ആര് വിളിച്ചാലും എടുക്കണ്ട. മേഡം വിളിച്ചെടുക്കണോ? അതല്ലടാ നിന്നോട് പറഞ്ഞ ആര് വിളിച്ചാലും ഫോൺ എടുക്കണ്ടെന്ന്. ആ ഓക്കെ ശരി. ഫോൺ കയ്യിരുന്ന ഇതാണേ കുഴപ്പം. ഒരു 100 പേര് വിളിച്ചുകൊണ്ടിരിക്കും, ഒരു കാര്യവും നടക്കില്ല. അത് നേരാ സാറേ. അവർ വന്നല്ലോ. എനിക്ക് കയ്യും കാലും പറിച്ചിട്ടൊന്നും പാടില്ല. ആ സ്ഥാനക്കാരൻ രാമനാഥ പണിക്കരുടെ വീഡിയോ എത്ര വട്ടം കണ്ടാ? അതുപോലെ അങ്ങ് ചെയ്താൽ മതി. ഇതെന്താ? എടാ, ഇത് അവിടെ പറയാനുള്ള കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിരിക്കുന്ന. അതേതായാലും നന്നായി. ഒരു ഭൂമിയിൽ ഓരോ ദിക്കിലും അതിൻ്റെതായ സ്ഥാനങ്ങളുണ്ട്. ഓരോ ദിക്കിലും അതിൻ്റെതായ ഉയർച്ച താഴ്ചകളുണ്ട്. തെക്ക് പടിഞ്ഞാറ് ഭൂമി ഉയർന്നു നിൽക്കണം, വടക്ക് കിഴക്ക് ഭൂമി താഴ്ന്നു നിൽക്കണം. അങ്ങനെ നോക്കുമ്പോൾ ഉത്തമമായ സ്ഥലം. അങ്ങനെ നോക്കുമ്പോൾ വടക്ക് കിഴക്ക് മൂലയിൽ മീനം രാശിയിൽ 12-1 ആണ് സ്ഥാനം. അങ്ങനെ നോക്കുമ്പോൾ ഇതാണ് സ്ഥാനം. കുറെ നേരം ഇരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ കാശിന്റെ കാര്യം? നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇഷ്ടപ്പെട്ട കാശ് എത്ര വേണമെങ്കിലും തരും. ഇത് പറഞ്ഞാലും കൂടുതലുണ്ട്. ഏതായാലും കാര്യം നടന്നല്ലോ. എനിക്കിപ്പോൾ സന്തോഷമായി. പേടി മാത്താ, ഞാൻ പറഞ്ഞതല്ലേ സാറേ, വെള്ളം കണ്ടോ? അനിയനെ അവിടെ നിർത്തിയിട്ടുണ്ട്. വെള്ളം കണ്ട അന്നേരം വിളിക്കും. എപ്പാ വെള്ളം കണ്ടെന്ന് നോക്കിയാൽ മതി. ഗോവിന്ദനാച്ചാനല്ലേ സാധനം കണ്ടേ? എന്നാ നമുക്കങ്ങോട്ട് ഇറങ്ങിയാലോ? അധിക നേരം ഇവിടെ നിൽക്കണ്ട, അതാ നല്ലത്. എന്താടാ 210 അടി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 300 അടി കഴിഞ്ഞു. വെള്ളം കാണുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. നിങ്ങൾ എന്നാ മറ്റേ വർത്താനമായി പറയുന്നത്? ഗോവിന്ദനാശാൻ സാധനം കണ്ട ഒരിടത്ത് ഇതുവരെ വെള്ളം കിട്ടാതിരുന്നിട്ടില്ല.
ഇതാ നാടകം ഹരിപ്രസാദ് അല്ലേ? ഇയാളെന്ന പോലെ സ്ഥാനക്കാരനായത്. ഇതിൻ്റെ അകത്ത് എന്തോ ഉടായ്പുണ്ട് ചേട്ടായി. വിടരുത് അവന്മാരെ. സാറേ, അവന്മാർ ഓട്ടം കണ്ട് അവന്മാരെ പിടിക്കാൻ പറ്റുമെന്നൊന്നുമില്ല. അവന്മാർ പോയി. പാടോ, അലക്സിനെ പരിച്ചിട്ട് അങ്ങനെ രക്ഷപ്പെടാമെന്നമാര് വിചാരിക്കണ്ട. ഇന്ന് തന്നെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ പോവാ. ഇതിനൊരു തീരുമാനമാക്കിയിട്ടേ തിരിച്ചു പോക്കുള്ളൂ. ആഹാ, ടിക്കറ്റ് ഒന്നും ക്യാൻസൽ ചെയ്യണ്ട. കാശും പോയിട്ടില്ല, വെള്ളവും കിട്ടി. അതെങ്ങനെ? അതിന് സാറ് മാത്തൻ്റെ പൈസ കൊടുത്ത് അതുമായിട്ടല്ല അവൻ പോയത്.